നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീജ മാം ആണ്. നമ്മളെല്ലാവരും വാർത്തകൾ കണ്ട് പരിചയമുള്ളവരായിരിക്കും. ചെറുപ്പക്കാരായ കുട്ടികൾ ഒരു പക്ഷേ മഴക്കാലത്ത് ഈ അവധി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും വാർത്തകളാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ വാർത്തകൾ കാണാറുണ്ട്. അപ്പോൾ വാർത്ത കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണിൽപ്പെടുന്ന മുഖങ്ങളിൽ ഒരു മുഖമാണ് എൻ്റെ കൂടെ ഉള്ളത്. ശ്രീജ മാം, ഒത്തിരി സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിൽ. എനിക്കിപ്പോൾ ചോദിക്കാൻ ഉള്ളതെന്ന് വെച്ചാൽ, ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വാർത്തകളുടെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വാർത്തകൾ ചുരുങ്ങി പോകുന്നുണ്ടോ, ആ പ്രാധാന്യം ചുരുങ്ങി പോകുന്നുണ്ടോ, എന്താണ് പറയാനുള്ളത് ഇന്നത്തെ കുട്ടികളോടായിട്ട്? വാർത്തകളുടെ പ്രാധാന്യം ഒട്ടും ചുരുങ്ങണില്ല. അത് എന്നും, കാരണം നമ്മൾ മനുഷ്യന്മാർ സോഷ്യൽ ബീയിങ്സ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്, വാർത്തയ്ക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ശരിയായ വാർത്തയാണോ കൺസ്യൂം ചെയ്യണത്, അതാണ് ഏറ്റവും പ്രധാനം. എനിക്ക് ഇപ്പം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. പുതിയ ജനറേഷനെ കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ ഒക്കെ വലിയ എനർജി കിട്ടും. പക്ഷേ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവരിലേക്ക് എത്തുന്ന വാർത്ത കറക്റ്റ് വാർത്തയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചില സമയത്ത് ഒരു ചെറിയ കൺസേൺ തോന്നാറുണ്ട്. കാരണം നിങ്ങൾ കൂടുതലും പുതിയ സങ്കേതങ്ങളിൽ നിന്നാണ് വാർത്ത തേടുന്നത്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആയിരിക്കും നിങ്ങൾക്ക് വാർത്ത കിട്ടാനുള്ള. അപ്പോൾ അവിടെയൊക്കെ പലപ്പോഴും വാർത്തയല്ല, വേർഷൻസ് ഉണ്ടാവാറ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ആ വേർഷൻസ് കൊണ്ട് ഹാപ്പിയാണ്. അപ്പം അതല്ല, എനിക്കെപ്പോഴും തോന്നാറുള്ളത്, വാർത്ത എന്ന് പറയുന്നത് അതിനൊരു ഓതൻറ്റിസിറ്റി വേണം, അതിന് ചോദിക്കാനും പറയാനും ഒരാൾ വേണം. ഒരു വാർത്ത തെറ്റായാൽ തിരിച്ചു ചെന്നിട്ട് നിങ്ങൾ എന്താണ് ഈ തെറ്റായ വാർത്ത കൊടുത്തതെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ഒരാൾ വേണം, ഒരു എഡിറ്റർ വേണം. അങ്ങനെ അത് മാറിപ്പോകുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് വാർത്തയെ പറ്റിയിട്ടുള്ള ഒരു കൺസേൺ. അതായത് ഓതൻറ്റിക് സോഴ്സ് വേണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു ഓഡിയൻസ് വരുമ്പോൾ നമ്മൾ ഓതൻറ്റിക് വാർത്ത കൊടുക്കാൻ നിൽക്കുന്ന ഒരു പൊതുവെ ഉള്ളവർക്ക് തോന്നും ചിലപ്പോൾ നമുക്ക് പ്രസക്തി കുറഞ്ഞു എന്ന് തോന്നും. പക്ഷെ പ്രസക്തി ഉണ്ട്. കാരണം വാർത്ത എന്ന് പറയുന്നത് എപ്പോഴും സത്യമായിരിക്കണം, ഓതൻറ്റിക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പുതിയ ജനറേഷൻ വാർത്തയുടെ ഓതൻറ്റിസിറ്റിയിൽ ഡിമാൻഡ് വെക്കണം എന്നാണ് എനിക്കെപ്പോഴും പറയാനുള്ളത്. സാമൂഹിക മാധ്യമങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ അത് വലിയ രീതിയിൽ വാർത്തകളുടെ പ്രാധാന്യത്തെയും സത്യാവസ്ഥകളെയും ചുരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളുടെ കടന്നുവരവ് ഇന്നത്തെ കാലത്ത് വാർത്തകൾക്ക് ഉണ്ടാക്കുന്ന പ്രാധാന്യത്തെ പറ്റി, വാർത്തകൾ പ്രാധാന്യമായിട്ടുള്ളവർ സത്യാവസ്ഥ കാണാതെ വരുന്നെന്ന് തോന്നിയിട്ടുള്ളത്, സത്യാവസ്ഥ ഉൾക്കൊള്ളുന്നത് കുറഞ്ഞു എന്ന് തോന്നിയിട്ടുള്ളത്? ഒന്നുമില്ല. ഏറ്റവും പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടാവില്ല. എനിക്കും അത് ഏറ്റവും ക്രിസ്പായി കിട്ടണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബ്രെയിനിനെ നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഫേസ്ബുക്ക്, ഇപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള എത്ര പേര് ഫേസ്ബുക്കിൽ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാം. ഞാൻ സ്ഥിരം കുട്ടികളോട് ഇൻ്ററാക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഫേസ്ബുക്കിൽ ഇല്ല. നിങ്ങൾ ആ ഫേസ്ബുക്കിനെ ഒരു തന്ത വൈബ് പ്ലേസ് ആയിട്ടാണ്, അല്ലെങ്കിൽ തള്ള വൈബ്, അമ്മാവൻ വൈബ് പ്ലേസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മളുടെ ആവശ്യങ്ങളെ ഇങ്ങനെ ചുരുക്കി നമുക്കിപ്പം ഫുൾ ഒരു പ്രോട്ടീനുള്ള ഒരു മീല് കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു പ്രോട്ടീൻ ഡ്രിങ്ക് കുടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ഡ്രിങ്ക് എടുക്കും. അത് ഗുളികയാക്കി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ അത് ഗുളികയായിട്ട് കഴിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിക്കും. വാർത്തയുടെ കാര്യത്തിലും അങ്ങനെയാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങി ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് എന്തോ അതിലേക്കാണ് നമ്മൾ മനുഷ്യന്മാരെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ അപ്പോൾ അതിൻ്റെ ഇടയിൽ തെറ്റ് കയറി വരുന്നത് നമ്മൾ അറിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഗുളിക എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മാറി ഗുളിക കിടന്നാൽ നമ്മൾ അറിയില്ലല്ലോ, നമ്മൾ ആ ഗുളികയും വിഴുകും. അതാണ് ക്യാപ്സൂൾ. അത് വളരെ ബോധപൂർവം നമ്മുടെ ഗുളികകൾക്കിടയിൽ ഇങ്ങനെ ക്യാപ്സൂൾ ഇടുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത് പക്ഷെ നമ്മൾ തിരിച്ചറിയില്ല, നമ്മൾ അറിയാതെ ഈ ക്യാപ്സൂൾ വിഴുങ്ങും. അത് നമ്മളുടെ ബോധ്യങ്ങളെ ബാധിക്കും, നമ്മുടെ ശരിയായ ബോധ്യങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒന്നിലധികം സോഴ്സിൽ പോകണം. ഒറ്റ സോഴ്സിനെ വിശ്വസിക്കാതെ ഒന്നിലധികം സോഴ്സിൽ പോയിട്ട് ഇത് ശരിയല്ലല്ലോ, അപ്പോൾ ഇവരിങ്ങനെയല്ലല്ലോ പറഞ്ഞ്, അതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്, ഈ 3 കൂടി അല്ലെങ്കിൽ 4 കൂടി എടുക്കാവുന്ന പലരും വേർഷൻസ് ആയിരിക്കും, കുറേശ്ശെ വേർഷൻസ് ആവും പറയുക. അപ്പോൾ നമ്മൾ പല വേർഷൻസ് അറിയണം, എന്നിട്ട് അതിൽ നിന്ന് നമ്മുടേതായ ഒരു വേർഷൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ചിലരെഴുതുന്ന വേർഷൻസിനെ ആണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മളിലധികം സോഷ്യൽ മീഡിയയിലൂടെ കൺസ്യൂം ചെയ്യണം. അപ്പോൾ ആ ഒരാളുടെ വേർഷൻ അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മുടേതായ ഒരു വേർഷൻ വേണം. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വായിക്കണം. അതല്ലാതെ ഒരു വഴിയില്ല, ഇത് ശരിയായി കിട്ടാൻ വേറെ ഒരു വഴിയില്ല. അപ്പം നമ്മുടെ ബോധ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് വായിക്കുക, ഒരുപാട് കേൾക്കുക, ഒരുപാട് കാണുക. അതിനാണ് ഇങ്ങനത്തെ ഈ MBIFL പോലെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിക്കേണ്ടത്. കാരണം പല മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു, പല വേർഷൻസ് കേൾക്കുന്നു. അതിൽ നിന്ന് നമ്മുടേതായൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കലാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. താങ്ക് യു മാം. നമുക്ക് എല്ലാ കുട്ടികളും ആഗ്രഹിക്കുന്നതാണ് കൃത്യമായ വാർത്തകൾ കിട്ടും എന്നുള്ളത് പലർക്കും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ മാം തന്നിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ടിപ്പാണ്.
ഒരിടത്തും ഒരിക്കലും ഒരാളെ വിശ്വസിക്കാതിരിക്കുക, പലരെ വിശ്വസിക്കുക, പലരുടെ അടുത്ത് പോവുക, പലരിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, എന്നിട്ട് നമ്മുടേതായ അഭിപ്രായം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമുക്ക് നമ്മളെ പ്രത്യേകിച്ച് ഒന്നിനും നമ്മളിൽ ദുസ്വാധീനം ചെലുത്താൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു.